ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും, UDF ഭരിക്കുമ്പോൾ അത് കുടിശ്ശികയ്ക്ക് മാറ്റും. ആന്റണി ഭരിക്കുമ്പോൾ 28 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയ്ക്ക് മാറ്റിയത്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ 18 മാസം. ആന്റണിയുടെ ഭരണത്തിൽ 28 മാസവും ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ 18 മാസവും കുടിശ്ശികയ്ക്ക് പോയവർ തെരഞ്ഞെടുപ്പ് കാലമായ പറയും ഇതൊക്കെ ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഞങ്ങളാണ് അതൊക്കെ നടപ്പാക്കിയത്. നമുക്കറിയാം, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഈ പെൻഷൻ എന്നത് വോട്ടർമാർക്ക് കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായ KC വേണുഗോപാലാണ്. ഇന്ന് വരെ കോൺഗ്രസോ UDF നിഷേധിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസിന്റെ നിലപാടും UDF നിലപാടും ഈ പെൻഷൻ ജനങ്ങൾക്ക് ലഭിക്കണം എന്നതല്ല, ഇത് മുടങ്ങണമെന്നാണ്. അതിന് സഹായകമായ രീതിയിലാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഈ പെൻഷൻ ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇത് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 5,62,000 പേർക്ക് മാത്രമാണ് കേന്ദ്ര പെൻഷൻ കൊടുക്കുന്നത്. കേരളത്തിൽ 62 ലക്ഷത്തിലധികം പേർക്ക് ക്ഷേമ പെൻഷൻ കേരള സർക്കാർ കൊടുക്കുന്നുണ്ട്. ആ 5,62,000 പേർക്ക് കൊടുക്കുന്ന പെൻഷനെയാണ് ഇപ്പൊ ഇത് ബാധിക്കാൻ പോകുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ കുറച്ച് ആളുകൾ ഇതിൽ വരുന്നുണ്ട്. മുമ്പ് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP-കാരൊക്കെ വീട് തോറും കയറി ഇറങ്ങി പറഞ്ഞിരുന്നത് അവിടെ പെൻഷൻ നമ്മുടെ സർക്കാർ പെൻഷൻ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു വീട് കയറാണ്. വീട് കയറിയിട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശിയെ, അച്ഛാ, മുത്തശ്ശ, പെൻഷൻ കിട്ടിയില്ലേ? ആ പെൻഷൻ കിട്ടി. ആ മോദി അവിടുന്ന് കൊടുത്തയച്ചാണ്. ഇത് ഈ 1,600 രൂപ മോദി കൊടുത്തയച്ച പെൻഷനാണ്. ആ മോദി 1,600 കൊടുക്കുന്നില്ല എന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് എപ്പോഴാ? ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം. അപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കിയത് അവർ കൊടുക്കുന്ന പെൻഷൻ 200 രൂപയുടെ നൊട്ട, അങ്ങനെ തന്നെ പറയണം. കേന്ദ്രം കൊടുക്കുന്ന പെൻഷൻ എന്ന് പറഞ്ഞാൽ 200 രൂപ. ഇവിടെ 2,000 രൂപ കൊടുക്കുന്നതിലേക്കാണ് കേന്ദ്രത്തിന്റെ 200. ആ 200ഉം ഇനി തരില്ല എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിച്ചിരുന്ന ഓരോന്നായി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം നമ്മൾ പരിശോധിക്കണം. 1991 മുതൽക്ക് രാജ്യത്തെ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികൾ സ്വീകരിച്ചു നമ്മുടെ ഇന്ത്യ രാജ്യവും ലോകത്താകെയും. ആ സന്ദർഭത്തിൽ CPIM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം, അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇത് നമ്മുടെ രാജ്യത്ത് വലിയ ആപത്തുണ്ടാക്കും. ഈ ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നടപടികൾ വലിയ തോതിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുമെന്നാണ് പറഞ്ഞപ്പോ ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു രാജ്യം നന്നാവുന്നതിൽ അസൂയ പൂണ്ടിട്ടാണ് ഇടതുപക്ഷം ഈ രൂപത്തിൽ പറയുന്നത്. ഇത് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികൾ വന്നാൽ രാജ്യം ഒരുപാട് അഭിവൃദ്ധിപ്പെടും, ഇതാണ് അന്ന് പറഞ്ഞിരുന്നത്. എന്താണ് ഇപ്പൊ അവസ്ഥ? ഓരോന്നായി ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മൾ റേഷൻ കടകളിൽ പോയി എന്തൊക്കെ സാധനങ്ങൾ മുമ്പ് വാങ്ങിച്ചിരുന്നു. നമുക്ക് പഞ്ചസാര കിട്ടിയിരുന്നു, മണ്ണെണ്ണ കിട്ടിയിരുന്നു, അതുപോലുള്ള അരി നമ്മുടെ ഓരോ വ്യക്തിക്കായിരുന്നു അരി. ആ കാലഘട്ടങ്ങളിൽ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നടപടികളിലൂടെ സർക്കാരിന്റെ ചെലവ് കുറയ്ക്കുക എന്ന നിലപാട് വന്നതോടുകൂടി പഞ്ചസാര അപ്രത്യക്ഷമായില്ലേ? ഇപ്പൊ പഞ്ചസാര ഉണ്ടോ റേഷൻ കടയിൽ? മണ്ണെണ്ണ നമ്മള് ലാബിലേക്ക് മൂത്രം പരിശോധിക്കാൻ കൊണ്ടുപോകുന്ന കുപ്പി കൊണ്ടുപോയാൽ മതി മണ്ണെണ്ണ വാങ്ങാൻ. ഇപ്പൊ അതും കിട്ടുന്നില്ല. അതിലാണ് മണ്ണെണ്ണ കിട്ടുന്നത്. എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. ഓരോന്നായി ഓരോ ദിവസം കഴിയുന്നതോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ പാരമ്യത്തിലേക്ക് നിൽക്കുകയാണ്. വലിയ ആശങ്കയിലാണ്, ലോകം മുഴുവനും വലിയ ആശങ്കയിലാണ്. ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് യുദ്ധം എന്നത് ആർക്കും അറിയില്ല. ഒരു രാജ്യത്തെ പരമോന്നത നേതാവ് അവിടുത്തെ ഭരണാധികാരിയെ അങ്ങോട്ട് കടന്നു ചെന്ന് അയാളെ ആക്രമിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക, ആ രാജ്യം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോ ഒരു കാരണം പറയല്ല. ഇവർ പറയുന്ന കാരണം അവിടെ രാസായുധമുണ്ട്, അണുവായുധമുണ്ട് എന്ന രീതിയിലാണ് കാരണം പറയുന്നത്. ഈ കാരണം പറഞ്ഞിട്ട് തന്നെയല്ലേ ഇറാഖിലെ സദ്ദാം ഹുസൈനെ കൊലപ്പെടുത്തിയത്. സദ്ദാം ഹുസൈനെ കൊലപ്പെടുത്തുന്നതിന് മുന്നേ ഇവർ പറഞ്ഞത് ഇത് തന്നെയാണ്, അവിടെ ആണവായുധമുണ്ട്, അത് നമ്മുടെ ലോകമാകെ നശിപ്പിക്കും, അതുകൊണ്ട് അത് പരിശോധിക്കാൻ സൗകര്യം വേണം. സദ്ദാം ഹുസൈൻ പറഞ്ഞു എന്ത് വേണം പരിശോധിച്ചോളൂ. അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം അവിടെ പരിശോധിച്ച് നോക്കുമ്പോ ഏതെങ്കിലും ഒരു തരി കിട്ടിയോ? അപ്പൊ ഓരോ രാജ്യത്തിന്റെയും എണ്ണ ശേഖരം കവർന്നെടുക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലും. ആ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അനുയായിയാണ് ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി. ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ പത്രത്തിലൊക്കെ കണ്ടില്ലേ, ട്രംപ് പറയാണ് നിങ്ങൾ തൽക്കാലം ഒരു 30 ദിവസത്തേക്ക് വേണമെങ്കിൽ റഷ്യന്ന് എണ്ണ പിടിച്ചോളൂ. ട്രംപ് പറയാണ്
അപ്പൊ റാൻ എന്ന് പറഞ്ഞിട്ട് തോർത്തും പിന്നെ കക്ഷത്ത് വെച്ചിട്ട് തൊഴുകയാണ് ഇയാള്. ഇത്രയും നികൃഷ്ടമായ രീതിയിൽ രാജ്യത്തിന്റെ അന്തസ്സ് കളഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ നമുക്ക് 1947 ആഗസ്റ്റ് 15-നാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് നമ്മളൊക്കെ ധരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോ വേറൊരു രാജ്യത്തെ ഭരണാധികാരി പറഞ്ഞിട്ട് വേണോ ഇവിടെ കാര്യങ്ങൾ നടത്താൻ? ഇന്ന് അമേരിക്കയും ഇസ്രയേലും കാര്യങ്ങൾ തീരുമാനിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിയില്ലേ? എത്രമാത്രം മതപതനത്തിന്റെ പടുകുഴിയിലേക്കാണ് പോകുന്നത്. ഇതിൽ കൃത്യമായും പ്രതിഷേധിക്കേണ്ടവരാരാ? ഇന്ത്യ രാജ്യത്ത് എത്ര തന്നെ പിന്നാക്കം പോയാലും എല്ലാ പ്രദേശങ്ങളിലും കുറച്ചെങ്കിലും സ്വാധീനമുള്ള കോൺഗ്രസ് എന്താ നിലപാട് സ്വീകരിക്കുന്നത്? കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ഇതില്? കോൺഗ്രസ് മൗനാനുവാദം. അവർ ഇപ്പോഴും സീറ്റ് തർക്കത്തിലും മുഖ്യമന്ത്രി ആരാവണം എന്നതിന്റെ തർക്കത്തിലും കസേര കളിയിലാണ് അവര്. അല്ല, രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിലും അവർക്കൊരു നിലപാടുമില്ല. ആ നിലപാടുണ്ടെങ്കിൽ കൃത്യമായി പറയുമായിരുന്നല്ലോ. ഇവരുടെ രാജ്യത്തെ ന്യൂനപക്ഷത്തെയോ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളെയോ ബാധിക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തിൽ കോൺഗ്രസ് നിലപാടുണ്ടോ? അവരുടെ മുൻ MP ആയിട്ടുള്ള അവരുടെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ഒരു മനുഷ്യനല്ലേ 2002 ഗുജറാത്ത് കലാപത്തിൽ അവിടെ കൊല്ലപ്പെട്ടത്? മുൻ MP എന്നൊക്കെ പറഞ്ഞ നിസ്സാരക്കാരനല്ല. ആ MP കൊല്ലപ്പെട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതികളെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് തയ്യാറായില്ല. കാരണം ഗുജറാത്തിൽ 92% ഹിന്ദുക്കളാണ്. അവിടെ 8% ന്യൂനപക്ഷമുള്ളൂ. അപ്പൊ ആ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രശ്നത്തിൽ തങ്ങളുടെ MP ആയാലും തങ്ങളുടെ നേതാവായാലും ശരി, അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ 92% വരുന്ന ഹിന്ദുക്കൾ അതിൽ കോൺഗ്രസിന്റെ സ്വാധീനം നഷ്ടപ്പെടും എന്ന ഒറ്റ ദുഷ്ടലാക്കിലല്ലേ പ്രതികരിച്ചോ കോൺഗ്രസ് വേണ്ട രീതിയിൽ? ഇതല്ലേ രാജ്യത്താകെ കോൺഗ്രസിന്റെ നിലപാട്?